ദി ഫ്രാഗ്രൻറ്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ടീനിറ്റി സീരീസിലെ എപ്പിസോഡ് 9ലേക്ക് എല്ലാവർക്കും വെൽക്കം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മഴയത്ത് നടന്നു പോകുന്ന റിൻഡാരോനെയാണ് കാണിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ഇവനെ കണ്ടിട്ടെന്തോ സ്കൂളിലെ പിള്ളേർക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇതേ സമയം ഉസാമി, ഇന്നത്തെ ദിവസം ഫുള്ള് പോക്കാം, ഈ മഴ കാരണം എൻ്റെ മുടിയും അലമ്പായി, സോക്സും ആകെ നനഞ്ഞ് കുളമായി. ഇത് കേട്ട അയാറ്റോ, എനിക്കും ഇഷ്ടാവുന്നില്ല, ഇത്രയും പെട്ടെന്ന് ഈ മഴക്കാലം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. ഇത് കേട്ട് സാക്കു, അതിന് മഴക്കാലം ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഉസാമി ചോദിക്കും, പറഞ്ഞ പോലെ റിൻഡാരോ എവിടെ? അവൻ ഇന്ന് ലേറ്റാണല്ലോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാതിലിൻ്റെ അവിടെ നിന്ന് വലിയ സൗണ്ട് കേൾക്കും. നോക്കുമ്പോഴേ റിൻഡാരോ. അവനെ കണ്ടിട്ട് വളരെ മോശം മൂഡിലാണെന്നേ പറയൂ. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാറ്റോ ചോദിക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടായിരുന്നല്ലോ കേട്ടത്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? റിൻഡാരോനോട് അവർ പറയുന്നുണ്ട്, ഇന്ന് അവനെ കണ്ടിട്ട് നല്ല സ്കേറി ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. സാക്കു റിൻഡാരോനോട്, ഇതെന്താ നീ വിൻ്റർ യൂണിഫോം ഇട്ടേക്കുന്നേ, നമുക്കിപ്പോൾ സമ്മർ യൂണിഫോം അല്ലേ ഇടണ്ടേ? അപ്പോഴാണ് റിൻഡാരോയ്ക്ക് മനസ്സിലാവുന്നത് യൂണിഫോം മാറിപ്പോയെന്ന്. ഇത് കേട്ട് ഉസാമി സാക്കുവിനോട് ചോദിക്കും, നീ പക്ഷേ കാർഡിഗൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് AC-യുടെ തണുപ്പടിക്കാതിരിക്കാനാണെന്ന് സാക്കു മറുപടി നൽകും. അപ്പോൾ അയാറ്റോ, കിക്കിയോലുള്ളവരുടെയും യൂണിഫോം മാറിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറേ സാധനങ്ങൾ നിലത്ത് വീഴുന്ന സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ റിൻഡാരോൻ്റെ ബാഗിൽ നിന്ന് എല്ലാം താഴെ പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് റിൻഡാരോ വീണ്ടും വിയേർഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയില്ലേ, എന്താന്ന് ചോദിച്ചാലോ എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ സാക്കു പറയും, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നമ്മളോട് നേരിട്ട് പറയുന്നേ. ഈ സമയം റിൻഡാരോ ഭയങ്കര ആലോചനയിലാണ്. അക്വേറിയത്തിൽ പോയിട്ട് വന്നേ പിന്നെ എപ്പോഴും വഗൂരിയാണ് മനസ്സിൽ. വീണ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവൻ ആലോചിക്കുവാണ്, വഗൂരി ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നേ? മേ ബി പഠിക്കുമായിരിക്കും, ചിലപ്പോൾ സുബുരുവിനോടൊക്കെ വർത്തമാനം പറയുമായിരിക്കും. പെട്ടെന്ന് അവന് തോന്നുവാണ്, ഞാൻ വീണ്ടും അവളെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഈ ഫീലിങ്സ് എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുവാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഉസാമി അവനെ വിളിച്ചിട്ട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ മിഡ് ടേംസും സ്പോർട്സ് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞല്ലോ, സോ നമുക്കെല്ലാവർക്കും ഒരിടത്ത് കൂടിയാലോ എന്നൊരു ആലോചന. അപ്പോഴാണ് ഓർത്തത്, ഞങ്ങളാരും നിന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ എന്ന്. നീ എന്ത് പറയുന്നു? ഈ സാറ്റർഡേ ഫ്രീ ആണോ? റിൻഡാരോ ഇങ്ങനെ ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവർ പറയും, എടാ, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അപ്പോഴാണ് റിൻഡാരോ ഓർക്കുന്നത്, ഇവരോട് അവൻ്റെ ഫാമിലീനെ പറ്റി അവൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പണ്ട് പിള്ളേരൊക്കെ ഇവൻ്റെ ഫാമിലീനെ പറ്റി അറിഞ്ഞപ്പോൾ പറഞ്ഞത് റിൻഡാരോ സ്കേറി ആയതുകൊണ്ട് കേക്ക് ഷോപ്പൊന്നും അവനക്ക് ചേരില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്. ഇവൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉസാമി ചാടിക്കേറി പറയും, എടാ, അത് സീനില്ല, നമുക്ക് എൻ്റെ വീട്ടിൽ കൂടിയാലും മതി, നീ വെറുതെ ടെൻഷൻ ആവണ്ട. പെട്ടെന്ന് റിൻഡാരോ പറയും, എനിക്ക് ഓക്കെയാണ്, നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. അങ്ങനെ സാറ്റർഡേയിലേക്ക് അത് ഫിക്സ് ആയിട്ടുണ്ട്. ഉസാമി നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ മീറ്റപ്പിൻ്റെ ദിവസം റിൻഡാരോൻ്റെയൊക്കെ ബേക്കറി കണ്ട് നമ്മുടെ പയ്യന്മാരെല്ലാം സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഉസാമിയും അയാറ്റോയും എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എടാ, ഇതെന്താ ഞങ്ങളോട് നേരത്തെ പറയാഞ്ഞേ? ഒരു ബേക്കറി തന്നെ നിനക്ക് സ്വന്തമായിട്ടുണ്ട്, എന്ത് കൂളാണ്. എന്നിട്ട് 3 പേരും കൂടി അവിടുത്തെ കേക്ക്സൊക്കെ നോക്കി നടക്കുവാണ്. റിൻഡാരോ അപ്പോൾ ആലോചിക്കുന്നുണ്ട്, പാസ്റ്റിൽ ആരൊക്കെയോ ഇത് എൻ്റെ വൈബിന് ചേരുന്നല്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇവരങ്ങനെയൊന്നും പറയുന്ന ടൈപ്പല്ല എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു, നേരത്തെ തന്നെ എല്ലാം ഇവരോട് പറയേണ്ടതായിരുന്നു. പെട്ടെന്ന് റിൻഡാരോൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ഇവരെ എല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. ഉസാമി ആ ടൈമിൽ അമ്മയുടെ ഹെയർ കളറിനെ കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യും, പിന്നെ അവർ വാങ്ങിക്കൊണ്ട് വന്ന ഗിഫ്റ്റും കൊടുക്കും. ഇത്രയും എനർജിയുള്ള റിൻഡാരോൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അമ്മ ഭയങ്കര ഹാപ്പി ആവുകയാണ്. ഇവരെ ഒരടിപൊളി ലഞ്ചിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അമ്മ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഷോപ്പിൻ്റെ മേളിലുള്ള ഇവരുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോവുകയാണ്. അമ്മ കിച്ചണിൽ ചെന്നിട്ട്, ഞാൻ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഭയങ്കര ഹാപ്പി മൂഡാണല്ലോ എന്ന്. അമ്മ സന്തോഷത്തോടെ പറയും, ഇന്ന് റിൻഡാരോൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഈ സമയം കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നുണ്ട്.
ഇതേ സമയം ഉസാമിയൊക്കെ റിൻഡാരോൻ്റെ റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്. അവരിങ്ങനെ നോക്കി നടക്കുമ്പോൾ റിൻഡാരോൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസൊക്കെ കാണും. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് റിൻഡാരോന് ഒരു ചേട്ടൻ കൂടി ഉണ്ടെന്ന്. ചേട്ടനും റിൻഡാരോയും ഏകദേശം സിമിലർ ലുക്കാണ്. റിൻഡാരോ ചെറുതായിട്ട് നെർവസാണ്. കാരണം ആദ്യമായിട്ടാണല്ലോ അവൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നത്. പെട്ടെന്ന് അമ്മ അവനെ താഴേന്ന് വിളിക്കും. സോ അവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ ഒപ്പം വഗൂരിയും സുഗുരുവും നിൽക്കുന്നു. രണ്ടുപേരും കൂടി കേക്ക് വാങ്ങാൻ വന്നതായിരുന്നു. പിന്നെ ഇവരെല്ലാം ഫ്രണ്ട്സ് ആണെന്നറിയുമ്പോൾ അമ്മയാണ് അവരെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അമ്മ പറയുമ്പോൾ വഗൂരിയൊക്കെ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെ ഉസാമിയൊക്കെ നിർബന്ധിക്കും. അങ്ങനെ എല്ലാവരും കൂടി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അമ്മ സുഗുരുവിനോട് ചോദിക്കുന്നുണ്ട് അവൾ വഗൂരിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇക്കിയോയിൽ തന്നെയാണോ പഠിക്കുന്നതെന്ന്. സുഗുരു ആണെന്നൊക്കെ പറയുമ്പോൾ റിൻഡാരോൻ്റെ ഫ്രണ്ട് ആയതിൽ അമ്മ അവളോട് താങ്ക്സ് പറയും. അങ്ങനെ സുഗുരുവിനും സന്തോഷമാവുകയാണ്. റിൻഡാരോ ഇങ്ങനെ വഗൂരിനെ കണ്ടിട്ട് അക്വേറിയം കാണാൻ പോയപ്പോൾ ഉള്ള ദിവസത്തെ മെമ്മറീസൊക്കെ ഓർത്ത് ബ്ലഷ് ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് നല്ല ചിരി വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അമ്മ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടി പോകുവാണ്. ഉസാമിയൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയം വഗൂരി സുബരുവിനോട് ചോദിക്കും, സുബരു നോക്കി എൻ്റെ ഡ്രസ്സ് വിയേർഡല്ലല്ലോ അല്ലേ? ഇന്നത്തെ ദിവസം ഇങ്ങനെയാവുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടേനെ. പക്ഷേ സുബരു വഗൂരിനോട് പറയുന്നുണ്ട് അവൾ ഇപ്പോഴും നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ റിൻഡാരോ ചെറുതായിട്ട് നോക്കുന്നൊക്കെയുണ്ട്. വഗൂരി ഇപ്പോൾ അവൻ്റെ വീടിനുള്ളിലാണെന്നുള്ളത് അവനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ അടുത്ത് നിന്ന് സാക്കൂനിട്ട് അവൻ അറിയാതെ ചെറിയൊരു ഇടി വെച്ച് കൊടുക്കും. ഫൈനലി ഒരു അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റി ഐറ്റംസ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റിയാണ്. അമ്മ കാര്യമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ റിൻഡാരോ ആലോചിക്കുന്നുണ്ട് എന്തായാലും അമ്മേനോട് താങ്ക്സ് പറയണം. അമ്മ ഈ ടൈമിൽ ഷോപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞ് താഴേക്ക് പോകുകയാണ്. ഉസാമി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അവൻ ഫുഡും വായിൽ വെച്ച് റിൻഡാരോനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാറ്റോയും പറയുന്നുണ്ട് കഴിച്ചിട്ട് സംസാരിക്കടാന്ന്. എന്നിട്ട് അവൻ റിൻഡാരോനോട് ചോദിക്കുകയാണ് നിന്റെ ഈ ബ്ലോണ്ട് ഹെയറും പിയേഴ്സിങ്സ് ഒക്കെ എന്നാ ചെയ്തത്? നിന്റെ ചെറുപ്പത്തിലെ പിക്ചേഴ്സ് ഞാൻ കണ്ടായിരുന്നു, അതിൽ ബ്ലാക്ക് ഹെയർ ആയിരുന്നു. നീ ഡൈ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നാണിത് ചെയ്തതെന്നൊരു ക്യൂരിയോസിറ്റി. റിൻഡാരോ പറയും മിഡിൽ സ്കൂളിൽ വെച്ചിട്ടാണെന്ന്. അപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ടുണ്ട്. സോ എന്തിനാണത് ചെയ്തതെന്ന് ഉസാമിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. റിൻഡാരോ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റിയ വലിയ ഇമ്പ്രസീവായിട്ടുള്ള കാരണങ്ങളൊന്നും അല്ലെന്ന്. പക്ഷേ ഈ സ്റ്റോറി അറിയാൻ വഗൂരി ഉൾപ്പെടെ എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ്. സോ റിൻഡാരോ പറയുവാണ് എലമെൻ്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. സോ സ്കൂള് ഫണ്ണൊന്നും അല്ലായിരുന്നു. പിന്നെ എന്നെ ചീറപ്പ് ചെയ്യാനായിട്ട് പേരൻസ് എന്നെ ഒരു ദിവസം ഒരു ബേക്കറിയിൽ കൊണ്ടുപോയി. അതൊരു ഫോറിനറിൻ്റെ ഷോപ്പായിരുന്നു. പിന്നെ ആ ടൈമിൽ അത് പോപ്പുലറായിരുന്നു. ഞാൻ വീട്ടിലെന്നും കേക്ക് കാണുന്നതല്ലേ, സോ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് നോക്കിയപ്പോഴാണ് പുള്ളീനെ കണ്ടത്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു ദിവസം എനിക്കും പുള്ളീനെ പോലെ ഹാപ്പി ആവണമെന്ന് തോന്നി. ആൾക്കും പിയേഴ്സിങ്സ് ഉണ്ടായിരുന്നു, ബ്ലോണ്ട് ഹെയറുമായിരുന്നു. ആളെ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ആയതുകൊണ്ട് എനിക്കും അതൊക്കെ വേണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് പിയേഴ്സിങ്സ് ചെയ്യാനും ബ്ലോണ്ട് ഹെയർ ആക്കാനും താല്പര്യമുണ്ടെന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ പേരൻസിനോട് പറഞ്ഞു. അവർ സമ്മതിക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചേ. പക്ഷേ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അത് സമ്മതിച്ചു. പുറത്തുള്ളവരൊന്നും എൻ്റെ ഒപ്പീനിയൻസ് ഒന്നും മൈൻഡാക്കാറില്ല. സോ പേരൻസ് ഈ കാര്യം അക്സെപ്റ്റ് ചെയ്തത് എന്നെ ഒത്തിരി ഹാപ്പിയാക്കി. അങ്ങനെ മുടിയൊക്കെ ഡൈ ചെയ്തതിന് ശേഷം എല്ലാവരും കുറച്ചും കൂടി ഡിസ്റ്റൻസ് പാലിക്കുകയാണ് ചെയ്തത്. പിന്നെ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഞാൻ നേരത്തെ ഗിവ് അപ്പ് ചെയ്തിരുന്നു. സോ ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. കോമഡി എന്താന്ന് വെച്ചാൽ മിഡിൽ സ്കൂളിൽ വെച്ചിട്ടേക്ക് നേരെ പോലെ ആരും നോക്കൂലായിരുന്നു. പെട്ടെന്നാണ് റിൻഡാരോന് തോന്നുന്നത് അവൻ കുറേ അധികം സംസാരിച്ചു പോയെന്ന്. എല്ലാവരും ആണെങ്കിൽ ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. ഉസാമി പെട്ടെന്ന് അവനോട് ചോദിക്കും എലമെൻ്ററി സ്കൂൾ കഴിഞ്ഞ് ഒത്തിരി ചേഞ്ചസ് വരുത്തിയോ? അപ്പോൾ റിൻഡാരോ പറയും ആകെ ഹെയറും പിയേഴ്സിങ്സും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉസാമി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പറയുവാണ് എനിക്ക് തോന്നുന്നത് നിന്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരെല്ലാം കണ്ണുപൊട്ടന്മാരാണെന്നാണ്.
ഞാൻ ശരിക്കും ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. ഞാനായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ ഫ്രണ്ടാവാൻ തോന്നിയേനെ. കാരണം നീ ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഉസാമി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വഗൂരി പിന്നെ ഫുഡ് എടുക്കാൻ ചെല്ലുമ്പോൾ റിൻഡാരോനോട് പറയുന്നുണ്ട്, റിൻഡാരോ, ഞാനും ഉസാമി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. റിൻഡാരോനെ പോലെ കൈൻഡായിട്ടുള്ള ഒരാളുമായിട്ട് ഫ്രണ്ട്സ് ആയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് റിൻഡാരോ ഇമോഷണലായിട്ടിരിക്കുകയാണ്. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് അമ്മ കേക്കൊക്കെ ആയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ പാസ്റ്റിലെ ഒരു മെമ്മറി ഓർക്കുവാണ്. റിൻഡാരോൻ്റെ അച്ഛൻ അമ്മയ്ക്കാണെങ്കിൽ പിയേഴ്സിങ്സ് ചെയ്തു കൊടുക്കുക. അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ പെട്ടെന്ന് നിന്റെ ഹെയർ ബ്ലോണ്ടാക്കിയതും ഇങ്ങനെ പിയേഴ്സിങ്സ് ഒക്കെ ചെയ്യാൻ കാരണം? റിൻഡാരോയ്ക്ക് വേണ്ടിയാണോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, അവൻ കരയുമായിരുന്നു. എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല. ഇനി കരയുന്ന റിൻഡാരോനെ കാണിക്കുവാണ്. അവൻ അമ്മയോട് പറയുക, എല്ലാം എൻ്റെ മിസ്റ്റേക്കാ, ഞാൻ മടുത്തു അമ്മേ, എനിക്കിനി ഫ്രണ്ട്സിനെ ഒന്നും വേണ്ട, ഞാൻ എല്ലാത്തിലും ഗിവ് അപ്പ് ചെയ്യാൻ പോകുക. റിൻഡാരോൻ്റെ അമ്മ പറയുവാണ്, പിന്നെ അന്നവൻ പിയേഴ്സിങ്സ് ഒക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച ദിവസം അവൻ അത്രയും എൻജോയ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവന് വേണ്ട ഒരു കാര്യം അവൻ ആദ്യമായിട്ട് നമ്മളോട് പറയുമല്ലേ, അവൻ ഒത്തിരി ധൈര്യം സംഭരിച്ചാണ് അത് പറഞ്ഞത്. നമ്മുടെ ഇവിടെ പിന്നെ കസ്റ്റമേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ അവന് ടെൻഷനൊക്കെ ഉണ്ടായി. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് എടുത്തേക്കാമെന്ന്. അവൻ ചെറിയ കുട്ടിയല്ലേ, അവനെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ഇത് കേട്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ ഈ ചെയ്തതെല്ലാം അവനൊരു ദിവസം മനസ്സിലാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അമ്മയും അത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഇവർ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവനറിയണ്ടേ. അവൻ അത്രയും കൈൻഡായിട്ടുള്ളൊരു കുട്ടിയായതുകൊണ്ട് അവനെ മനസ്സിലാക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെ അവന് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെങ്കിലും ആരെങ്കിലും അവനെ മനസ്സിലാക്കുമായിരിക്കും. അമ്മ ഇങ്ങനെ ഇതെല്ലാം ഓർത്ത് അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കി നിൽക്കുവാണ്. ഫൈനലി അമ്മയുടെ ആഗ്രഹം പോലെയെല്ലാം നടന്നു. എന്നിട്ട് അമ്മ കേക്കെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കും. കേക്ക് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് തിരിച്ച് ഷോപ്പിലേക്ക് പോകുവാണ്. അമ്മ പോണത് കണ്ടിട്ട് റിൻഡാരോ പുറകെ ചെല്ലും. സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് അവൻ അമ്മേനെ വിളിച്ച് താങ്ക്സ് പറയും. ഇത് കേട്ടിട്ട് പാവം അമ്മ ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പം അമ്മ വിചാരിക്കുക, എനിക്ക് തോന്നുന്നത് എനിക്ക് വയസ്സായി എന്നാണ്. എന്നിട്ട് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച ശേഷം എല്ലാവരും കൂടി ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിമിൽ വഗൂരിയാണ് ജയിച്ചത്. പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഉസാമിയും സാക്കുവാണ്. അതിൽ ഉസാമി ജയിച്ചു. എന്നിട്ട് അവൻ സാക്കുവിനെ കളിയാക്കുവാണ്. ഈ സമയം അയാറ്റ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും ലാസ്റ്റ് ആയിരുന്നെന്ന്. വഗൂരി കളി ജയിച്ചതിൽ റിൻഡാരോ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. പിന്നെ വഗൂരി അവനെ നോക്കി ചിരിക്കുമ്പോൾ അവൻ ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ യാദൃശ്ചികമായിട്ട് സുബുര് കാണുന്നുമുണ്ട്. ഉസാമി റിൻഡാരോനോട് ചോദിക്കും, അവൻ കേക്ക് ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നൊക്കെ. റിൻഡാരോ ഉണ്ടെന്ന് പറയുമ്പോൾ ഉസാമി വീണ്ടും ചോദിക്കും, നീ സമ്മർ ബ്രേക്കിന് ഫ്രീ ആയിരിക്കുമോ അതോ ബിസി ആയിരിക്കുമോ? റിൻഡാരോ പറയും അവന് ഫ്രീ ടൈമൊക്കെ ഉണ്ടാവുമെന്ന്. സോ ഉസാമി പറയുവാണ്, നമുക്കെല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നൊക്കെ. റിൻഡാരോനോട് എന്താ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ ഫയർ വർക്സിൻ്റെയും ബീച്ചിൻ്റെയും കാര്യമൊക്കെ പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ ഉസാമി അങ്ങ് ചാടിക്കേറി പറയും, എന്നാൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്, നമുക്ക് ബീച്ചിൽ ഫയർ വർക്സ് അങ്ങ് ചെയ്യാം. എന്നിട്ട് അവൻ സുഗുരുവിനെയും വഗൂരിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വഗൂരിയും ഇത് കേട്ട് എക്സൈറ്റഡ് ആയിട്ട് സുഗുരുവിനോട് നമുക്കും പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. സുഗുരു പിന്നെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും, സമ്മർ ബ്രേക്കിന് മുന്നേ നമുക്ക് എക്സാംസ് ഉണ്ട്, സോ നമുക്ക് അതുവരെ നന്നായിട്ട് പഠിക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോഴേ ഉസാമിയും റിൻഡാരോയും ഷോക്കായിട്ട് നിൽക്കുവാണ്. മിഡ് ടേംസ് തന്നെ പാസ്സായ കഷ്ടപ്പാട് അവർക്ക് മാത്രമേ അറിയൂ. പിന്നെ ഉസാമി സാക്കുവിൻ്റെ പുറകെ നടക്കുവാണ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട്. പെട്ടെന്ന് വഗൂരി എല്ലാവരോടായിട്ട് പറയും, എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു സ്റ്റഡി സെഷൻ പ്ലാൻ ചെയ്താലോ? അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരുമിച്ചുള്ള സ്റ്റഡി സെഷൻ തന്നെയായിരിക്കും. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് 9 തീർന്നിരിക്കുവാണ്. ഈ എപ്പിസോഡിൽ എൻ്റെ ഫേവറേറ്റ് സീൻ അമ്മയും റിൻഡാരോയുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അമ്മ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി നമുക്ക് എപ്പിസോഡ് 10 നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.